ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് തുർക്കി എന്ന് തോന്നുന്ന തരത്തിലാണ് പല സംഭവങ്ങളും നടക്കുന്നത്. ഈ ഇന്ത്യയും തുർക്കിയും തമ്മിൽ എന്താണ് യഥാർത്ഥത്തിലെ പ്രശ്നം? കാരണം നമുക്ക് നേരിട്ട് തുർക്കിയുമായിട്ട് അതിർത്തിയൊന്നുമില്ല. നമുക്ക് ആകെ പ്രശ്നമുണ്ടായിരുന്നത് ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടുമാണ്. പക്ഷെ ഇന്ന് തുർക്കിയുമായിട്ട് ഇന്ത്യക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? ഇന്ത്യയും തുർക്കിയും തമ്മിൽ നയതന്ത്ര ബന്ധമൊക്കെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഭരണാധികാരികൾ തമ്മിൽ കൂടിക്കാഴ്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും തുർക്കി എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്ക് എതിരായിട്ടാണെന്ന് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. സോ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒന്നായിട്ട് ഒരുപക്ഷെ പാകിസ്ഥാനോളം തന്നെ മാറുകയാണ് തുർക്കിയും. എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടന്ന ചില വിമാന അപകടങ്ങളിൽ തുർക്കിയുടെ പങ്കിനെ കുറിച്ചുള്ള പല കോൺസ്പെറസി തിയറീസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ദുബായിൽ നടന്ന വിമാന അപകടത്തിൽ തുർക്കിക്ക് പങ്കുണ്ടോ എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഏറ്റവും അപകടകാരിയായിട്ട് കാണേണ്ട ഒരു രാജ്യമാണ് തുർക്കി. അത് തുർക്കി നമ്മളെക്കാൾ വലിയ സൈനിക ശക്തി ആയതുകൊണ്ടല്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്, ആണവ രാഷ്ട്രങ്ങളാണ് രണ്ട് രാജ്യങ്ങളും. ആണവ യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ 1000 വട്ടം ആലോചിക്കും. കാരണം തിരിച്ച് അങ്ങോട്ടും പണി കിട്ടും. സോ രണ്ട് ഭാഗത്തും നഷ്ടമുള്ളത് കൊണ്ട് പരമാവധി വലിയ യുദ്ധങ്ങളിലേക്ക് പോകാതിരിക്കാനൊക്കെ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. ചൈനയുടെ കാര്യത്തിലും അത് തന്നെയാണ്. ഇവിടെ തുർക്കിയുടെ കാര്യത്തിൽ ഇന്ത്യ ആണവശക്തി ആണെങ്കിൽ കൂടി നമുക്ക് തുർക്കിയെ ആക്രമിക്കാൻ പറ്റില്ല. കാരണം തുർക്കി നാറ്റോ മെമ്പർ ആണല്ലോ. സോ നാറ്റോ മെമ്പറായിട്ടിരിക്കുന്നിടത്തോളം കാലം തുർക്കിക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്. തുർക്കിയെ നമ്മൾ തൊട്ടാൽ അമേരിക്ക വരെ നമുക്കെതിരെ തിരിയും. ഫ്രാൻസും ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഒട്ടുമിക്ക നാറ്റോ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളും നമുക്കെതിരെ തിരിയാൻ നിർബന്ധിതരാകും. സോ അങ്ങനത്തെ ഒരു പ്രിവിലേജിൽ നിന്നുകൊണ്ടാണ് തുർക്കി ഇന്ത്യക്കെതിരെ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുർക്കിയെ വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ നാറ്റോ മെമ്പർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ തുർക്കിക്കും കിട്ടിയിട്ടുണ്ട്. പല മേഖലയിലും തുർക്കി ഇന്ന് മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. സൈനിക ശക്തി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ അത്ര ശക്തമല്ലെങ്കിലും തുർക്കി നാറ്റോ മെമ്പർ എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായ കവചം, അതായത് നമ്മൾ പുരാണങ്ങളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ കർണന് കവചകുണ്ടലങ്ങൾ എങ്ങനെ കർണന് ഗുണം ചെയ്തോ അതുപോലെയാണ് തുർക്കിക്ക് നാറ്റോ എന്ന് പറയുന്ന ആവരണം തുർക്കിയെ സഹായിക്കുന്നത്. ഈ നാറ്റോ എന്ന് പറയുന്ന ഒരു ആവരണം കൂടെ ഇല്ലെങ്കിൽ തുർക്കി ഇന്ത്യക്ക് വേഗത്തിൽ കീഴ്പ്പെടുത്താവുന്ന ഒരു രാജ്യം മാത്രമാണ്. പക്ഷേ ഈ നാറ്റോ എന്ന് പറയുന്ന തുർക്കിയുടെ കവചകുണ്ടലം തുർക്കിയെ പല സമയങ്ങളിലും സംരക്ഷിക്കുന്നതായിട്ട് കാണാം. ഈ ഒരു കവചം ധരിച്ചുകൊണ്ടാണ് തുർക്കി ഇന്ത്യക്കെതിരെ കണ്ട കളികളൊക്കെ കളിക്കുന്നത്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിൽ അധിനിവേശം നടത്തിയതിൽ കുപ്രസിദ്ധി നേടിയ ആൾക്കാരാണ് തുർക്കിക്കാർ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സാമ്രാജ്യങ്ങളിൽ തുർക്കി വംശജർ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. ഈ മുഹമ്മദ് ഗോറി എന്ന് പറയുന്ന ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് അഫ്ഗാനിൽ നിന്ന് പടനയിച്ചെത്തിയ അധിനിവേശ ഭരണാധികാരിയുടെ ഒരു സേനാ നായകനായിരുന്നു ഖുതുബ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു തുർക്കി വംശജനാണ്. തുർക്കിസ്ഥാൻ സ്വദേശിയായ ഇദ്ദേഹം സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് വരുന്നത്. തുർക്കി വംശജനായിരുന്നു. ഇദ്ദേഹമാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തുകയും സ്ലേവ് ഡൈനസ്റ്റി അല്ലെങ്കിൽ ഈ അടിമ രാജവംശം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഏകദേശം 1290 വരെ, 1206 മുതൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളും ഭരിച്ചിരുന്ന ഒരു പ്രദേശമാണ്. അതിനുശേഷം ഖിൽജി ഡൈനസ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു ഒരു രാജവംശം സ്ഥാപിക്കപ്പെട്ടു. അതും അതിൻ്റെ ഫൗണ്ടർ ജലാലുദ്ദീൻ ഖിൽജി, അദ്ദേഹം ഒരു തുർക്കിക്ക് ഒറിജിനായിട്ടുള്ള ഒരു ആളായിരുന്നു. ഒരു അഫ്ഗാൻ തുർക്കി ഒരു വംശത്തിൽപ്പെട്ടൊരു ആളായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈദ് ഡൈനാസ്റ്റി ഉണ്ട്, തുഗ്ലക് ഡൈനാസ്റ്റി ഉണ്ട്, അതുപോലെ ലോധി ഡൈനാസ്റ്റി ഉണ്ട്. ഏറ്റവും ഒടുവിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, മുഗൾ എംപയർ, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരണം നടത്തിയ മുഗൾ എംപയർ പോലും തുർക്കി കണക്ഷൻ ഉള്ള ഒരു രാജവംശമായിരുന്നു. അതായത് അവരുടെ എത്നിസിറ്റി എന്ന് പറയുന്നത് തുർക്കോ മംഗോളാണ്. എന്ന് വെച്ചാൽ ഇവരുടെ ഫാദർ സൈഡ്, മുഗൾ ഭരണാധികാരിയായിട്ട് തുടക്കം കുറിച്ച ബാബർ ഉൾപ്പെടുന്ന അദ്ദേഹത്തിന്റെ വംശത്തില് ഫാദർ സൈഡ് എന്ന് പറയുന്നത് തുർക്കി വംശജവും അമ്മയുടെ സൈഡ്, മദർ സൈഡാണ് മംഗോൾ വംശജർ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ മുഗൾ എംപയർ പോലും ഒരു തുർക്കി വംശവുമായി ബന്ധപ്പെട്ട ഒരു എംപയർ ആണ്. സോ നമുക്കറിയാവുന്നത് പോലെ ഓട്ടോമൻ എംപയറിന്റെ കാലത്ത് ഇന്ത്യയിലെ ഭരണകൂടങ്ങൾക്ക് പലപ്പോഴും സഹായങ്ങളും തുർക്കിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും തുർക്കിക്ക് അല്ലെങ്കിൽ ഓട്ടോമൻ എംപയറിന് സപ്പോർട്ടുമായിട്ട് വലിയ പ്രതിഷേധങ്ങളും ലഹളകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് 1919 മുതൽ 1926 വരെ ഇന്ത്യയിൽ ഉണ്ടായ
ഒരു പാൻ ഇസ്ലാമിക് രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. മുസ്ലിങ്ങളുടെ ആഗോള നേതൃത്വമായ തുർക്കി ഖിലാഫത്തിനെതിരായ ബ്രിട്ടീഷ് നീക്കത്തിനെതിരെ ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭം കുറിക്കപ്പെട്ടത്. പിന്നീട് അത് സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഭാഗമെന്ന ഒരു വിശാല ലക്ഷ്യത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടുവെങ്കിലും ഈ ഖിലാഫത്ത് പ്രസ്ഥാനം തുർക്കി അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം തന്നെയായിരുന്നു. അപ്പോ നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം വിഭജനമുണ്ടായ സമയത്ത് കേരളം ഉൾപ്പെടെ നമ്മുടെ സൗത്തിൽ നിന്നടക്കം ഒരുപാട് പേര് പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഇതെല്ലാം തന്നെ ഈ ഒരു മൂവ്മെന്റിന്റെ ഒരു തുടർച്ചയായിട്ട് നടന്ന കുറേയേറെ കാര്യങ്ങളാണ്. അപ്പൊ തുർക്കി എന്ന് പറയുന്ന രാജ്യം ചരിത്രത്തിലുടനീളം അവര് ഇന്ത്യയുമായിട്ട് പല രൂപത്തിൽ കണക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ തുർക്കിയെ അനുകൂലിച്ചിരുന്ന ഒരുപാട് ഭരണകൂടങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവരിൽ വലിയൊരു വിഭാഗം പേരും പാകിസ്ഥാനിലേക്ക് വിഭജന കാലത്ത് പോയവരുമാണ്. സോ പാകിസ്ഥാനോട് തുർക്കിക്ക് അതുകൊണ്ട് തന്നെ ഒരു സവിശേഷമായ താല്പര്യമുണ്ട്. എർദോഗന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം ഇന്ന് തുർക്കിയിൽ എത്തിയതോടുകൂടി ഒരു മതേതരത്വ ഒരു രാജ്യം എന്നതിൽ നിന്ന് തുർക്കി പൂർണ്ണമായിട്ടും ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ട് മാറാൻ തുടങ്ങി. ഇപ്പൊ നമുക്ക് ഇന്ത്യക്ക് ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. ഉദാഹരണത്തിന് UAE നമ്മുടെ ഏറ്റവും അടുത്ത പാർട്ണറാണ്. UAEയുമായിട്ട്, അതുപോലെ ഖത്തറുമായിട്ട്, സൗദിയുമായിട്ട്, ഒമാനുമായിട്ട്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുമായിട്ട്, ഈജിപ്തുമായിട്ട് നല്ല ബന്ധമുണ്ട്, ബ്രൂണയുമായിട്ട് നല്ല ബന്ധമുണ്ട്. അങ്ങനെ ഒരുപാട് ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായി നമുക്ക് നല്ല ബന്ധമുണ്ട്. ഇന്തോനേഷ്യയുമായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷെ എന്നാൽ തുർക്കിയുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാത്തതിന്റെ കാരണം തുർക്കി പൊതുവെ അവരെ അവരോധിക്കുന്നത് ഇസ്ലാമിക ലോകത്തിന്റെ നേതാവ് എന്ന രീതിയിലാണ്. അപ്പൊ ഇന്നത്തെ എർദോഗൻ ഗവൺമെന്റ് ഇസ്ലാമിന്റെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ അവസാന വാക്ക് തങ്ങളാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു പരിധിവരെ ചരിത്രത്തിൽ തുർക്കി തന്നെ ആയിരുന്നു ഇസ്ലാമിന്റെ നേതൃസ്ഥാനത്ത് ഏറെക്കാലം ഉണ്ടായിരുന്നത്. എല്ലാ കാലവും തുർക്കി ആയിരുന്നില്ല. ഒരുപാട് നൂറ്റാണ്ടുകൾ തുർക്കി തന്നെയാണ് ആ ഒരു നേതൃത്വത്തിൽ നിന്നത്. ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ പ്രാധാന്യം ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിലും ആ ഇസ്ലാമിക ലോകത്തുമുണ്ട്. അത് പവിത്രമായ പുണ്യമായ കുറെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവ സ്ഥിതി ചെയ്യുന്നത് സൗദിയിലാണ് എന്ന നിലയ്ക്ക് കൂടിയാണ്. സൗദി അടക്കമുള്ള എല്ലാ മേഖലയുടെയും പരമാധികാരി തങ്ങളാണെന്നാണ് എർദോഗന്റെ തുർക്കി ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മളതായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ആ ഒരു സ്വാധീനം തിരിച്ചു പിടിക്കേണ്ട സമയമാണെന്ന് അവർ കരുതുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് എന്തൊരു പ്രശ്നം വന്നാലും അവിടെ അവരെ സഹായിക്കാൻ എത്തുകയാണ്. ഇപ്പൊ ഒരു വശത്ത് അസർബൈജാനും അർമേനിയയും തമ്മിൽ യുദ്ധം നടന്നാൽ അവർ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യും, അർമേനിയക്ക് എതിരായിട്ട് നിൽക്കും. ഇപ്പൊ ഹമാസും അല്ലെങ്കിൽ പലസ്തീനും ഇസ്രയേലും തമ്മിൽ യുദ്ധം ചെയ്താൽ തുർക്കി അവിടെ ഉടനെ തന്നെ പലസ്തീൻ അനുകൂലമായിട്ട് നിൽക്കും. ഇനിയിപ്പോ നാളെ യുദ്ധം ചെയ്യുന്നത് സൗദി അറേബ്യയും അല്ലെങ്കിൽ ഇറാനും തമ്മിലാണെങ്കിൽ തുർക്കി അവിടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് എത്തും. പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ പരിഹാരത്തിനായിട്ട് എത്തും. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ലാത്തത് കൊണ്ട് തുർക്കി പൂർണ്ണമായും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിലുപരിയായിട്ട് മതപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ എർദോഗൻ ഭരണകൂടത്തിന് ഇന്ത്യയോട് വലിയ താല്പര്യമില്ലാത്തത്. മാത്രമല്ല കശ്മീർ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പ്രദേശമാവുകയോ പാകിസ്ഥാന്റെ ഭാഗമാവുകയോ വേണമെന്ന് എർദോഗൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് UN-ലടക്കം ഈ തുർക്കിയുടെ പ്രസിഡന്റ് പോയിട്ട് അത്തരം സ്റ്റേറ്റ്മെന്റുകളൊക്കെ നടത്തുന്നത്. അപ്പൊ നമുക്കിതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തുർക്കി ഇന്ത്യയെ എതിർക്കുന്നത് ഒന്ന് മതപരമായ കാരണങ്ങൾ കൊണ്ടാണ്, രണ്ട് പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ അത്രയും നല്ല അടുപ്പമുള്ളത് കൊണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശത്രുതയിലായതുകൊണ്ടുമാണ് തുർക്കി ഇന്ത്യയെ പ്രധാനമായിട്ട് എതിർക്കുന്നത്. അപ്പൊ തുർക്കി നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു രാജ്യമാണ്. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും ഒരു നാറ്റോയും വരാൻ പോകുന്നില്ല, ചൈനയെ സപ്പോർട്ട് ചെയ്യാനും വരാൻ പോകുന്നില്ല. പക്ഷെ തുർക്കിയുടെ കാര്യത്തിൽ നമ്മൾ തുർക്കിക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ തുർക്കിയെ മറ്റേ കവചകുണ്ടലത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ നാറ്റോ പ്രൊട്ടക്ട് ചെയ്യും. എന്നാൽ തുർക്കിക്ക് എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ട് താനും. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുടെ പട്ടികയിൽ തുർക്കി ഇനി മുതൽ ഇടം പിടിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. മാത്രമല്ല വളരെ സീരിയസ് ആയിട്ട് ഇന്ത്യ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ത്രെട്ടായിട്ട് ചിലപ്പോൾ തുർക്കി മാറിയേക്കാം.